ബീഹാറിൽ എന്തായാലും 88 സീറ്റിൽ മാത്രം മഹാഗഡ്ബന്ധൻ എന്ന രാഹുൽ ഗാന്ധിയുടെയും തേജസ്വി യാദവിന്റെയും സഖ്യം നിൽക്കുമ്പോൾ 130 സീറ്റ് NDA സഖ്യം ഇതുവരെ ലീഡിൽ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. 225 സീറ്റുകളിലെ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ 123 സീറ്റുകൾ മാത്രമാണ് ബീഹാർ ഭരിക്കാൻ വേണ്ടത് എന്ന് ഓർക്കുക. 130 സീറ്റിൽ ഇപ്പോൾ NDA ലീഡ് ചെയ്യുന്നുണ്ട്. ഈ ലീഡ് നിലനിർത്താൻ കഴിഞ്ഞാൽ NDA വീണ്ടും അധികാരം പിടിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കണം. 25ാം വർഷത്തിലേക്ക് പ്രവേശിക്കും അങ്ങനെയെങ്കിൽ നിതീഷ് കുമാർ എന്ന മുഖ്യമന്ത്രിയുടെ ഭരണകാലം എന്നതുകൂടി കാണുക. എന്തായാലും NDAയെ സംബന്ധിച്ച് സമാശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, ആഹ്ലാദത്തിന്റെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നരേന്ദ്രമോദിയെയും അമിത്ഷായെയും നിതീഷ് കുമാറിനെയും എല്ലാവരെയും സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഫലം അവർക്ക് അങ്ങേയറ്റം ആശ്വാസദായകമാണ്, ആഹ്ലാദഭരിതമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ ജനം എങ്ങനെ നോക്കിക്കാണുന്നു, വിലയിരുത്തുന്ന ക്വസ്റ്റ്യൻ കൂടി അവിടെ ഉണ്ട്. പക്ഷേ 130 സീറ്റിൽ NDA ലീഡ് ചെയ്യുന്നു. ഇന്ത്യ സഖ്യത്തിന് 88 മുകളിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. പരമാവധിയിൽ അവർക്ക് പോകാൻ കഴിഞ്ഞ 91 സീറ്റുകളിൽ മാത്രമാണ് എന്നത് കാണുക. ഇന്ത്യ സഖ്യത്തിനെ, മഹാഗഡ്ബന്ധനെ സംബന്ധിച്ച് ആശ്വാസദായകമായ, ശുഭസൂചകമായ തുടക്കമല്ല എന്നത് കൃത്യമായി കാണുക. അതുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന് ഇനിയൊരു വിജയത്തിലേക്ക് സഞ്ചരിക്കുക എളുപ്പമായിരിക്കുമോ? ഏതെങ്കിലും ഒരു മൊമെന്റിൽ ഒരു അട്ടിമറിയുടെ, തകിടം മറിച്ചലിന്റെ, മാറ്റിമറിച്ചലിന്റെ അത്ഭുതകരമായ ഒരു കുതിപ്പിന്റെ സാധ്യത പ്രകടമായിരിക്കുമോ? പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമുക്കറിയാവുന്നതുപോലെ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം സങ്കീർണമായ പല ഘട്ടങ്ങളിലൂടെയും കടന്നു വന്നിട്ടുണ്ട്. ആകെ മാറി മറിഞ്ഞ 12 മണി നേരം നമുക്കൊരിക്കൽ ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലം മാറി മറിയുമെന്ന ആത്മവിശ്വാസം ഇപ്പോഴും വെച്ച് പുലർത്താൻ RJDക്ക് അവകാശമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇത് BJPയുടെ കോൺഫിഡൻസും ചില്ലറ കോൺഫിഡൻസ് അല്ല. അവരെവിടെയൊക്കെ കോൺഫിഡൻസ് വെച്ചിട്ടുണ്ടോ അവിടെയൊക്കെ സമീപകാലത്ത് അവർ വിജയിക്കുന്നതേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിനെക്കുറിച്ച് പലതരത്തിലുള്ള സംശയങ്ങളും ആരോപണങ്ങളും ഇപ്പുറത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ആക്ഷേപങ്ങൾ, തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും BJPയുടെ കോൺഫിഡൻസ് എന്നത് ലൂസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് അല്ല. കാരണം അങ്ങനെ BJPക്ക് ലൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ അങ്ങനെ കളഞ്ഞു കുളിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമല്ല. വേറെ വല്ല ഹിമാചൽ പ്രദേശൊക്കെ ആണെങ്കിൽ വിട്ടുകളയാമായിരുന്നു. പക്ഷേ ബീഹാർ വിട്ടുകളയാൻ പറ്റില്ല. ബീഹാർ വിട്ടുകളഞ്ഞാൽ അത് നിതീഷ് കുമാറിനെ വിട്ടുകളയലാണ്. നിതീഷ് കുമാറിനെ വിട്ടുകളഞ്ഞാൽ മോദിയുടെ കേന്ദ്രാധികാര കസേരയ്ക്ക് ഇളക്കം തട്ടലാണ്. അതുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പ് ഫലം ആ നിലയ്ക്ക് തന്നെ BJPക്ക് പ്രധാനമാണ്. ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ആളുകൾ ആ തെരഞ്ഞെടുപ്പിനെ എന്തുമാത്രം ഏതൊക്കെ നിലയ്ക്ക് അതിനെ സമീപിക്കുന്നുവെന്ന പ്രശ്നം അവിടെ ഉണ്ട്. എന്തായാലും വോട്ട് ചോരി ആരോപണം രാഹുൽ ഗാന്ധി ഹരിയാനയിലെയും കർണാടകയിലെയും എടുത്തുയർത്തി കാണിച്ചതിന് ശേഷം കേവലമായ ആരോപണങ്ങളല്ല, തെളിവുകൾ പുറത്തുവിട്ട് തെരഞ്ഞെടുപ്പുകൾ എങ്ങനെ റിഗ് ചെയ്യപ്പെടുന്നു, അട്ടിമറിക്കപ്പെടുന്നു എന്ന ആരോപണം തെളിവുകളാൽ പുറത്തുവിട്ട ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ്. അല്ലെങ്കിൽ SIRലൂടെ വലിയ തോതിൽ മഹാഗഡ്ബന്ധന് അനുകൂലമായി വോട്ട് ചെയ്യാൻ കഴിയുന്ന സെക്ടേഴ്സിലെ മനുഷ്യരെ വെട്ടിമാറ്റിയെന്ന ഗുരുതരമായ ആരോപണം മഹാഗഡ്ബന്ധനിലെ നേതാക്കൾ ഉന്നയിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ അതിന് പല ഡയമെൻഷൻസ് ഉണ്ട്, പല വീക്ഷണകോണുകൾ അതിനകത്തുണ്ട് എന്നത് എടുത്തു കാണേണ്ട കാര്യമാണ്. ബീഹാറിൽ നടന്ന SIR കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബീഹാറിൽ നടന്ന SIR തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ SIR നടന്നതിന് ശേഷം അത് നിഷ്പക്ഷമല്ല, നീതിയുക്തമല്ല, സുതാര്യമല്ല എന്ന ആരോപണം രാജ്യത്തെ പ്രധാനപ്പെട്ട കക്ഷികൾ പലതും ഉന്നയിച്ചതിന് ശേഷമുള്ള ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം എന്ന സവിശേഷതയുണ്ട്. വോട്ട് അട്ടിമറിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനാനുവാദം കൊടുത്തുകൊണ്ട് ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നുവെന്ന് ഹരിയാനയിലെ കണക്കുകളും വിവരങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ജനത്തോട് സംസാരിച്ച ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ്. കർണാടകയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അലന്ത് മണ്ഡലത്തിൽ നടന്ന അട്ടിമറിയുടെ വിവരങ്ങൾ നമ്മുടെ ആകെ മുൻപിലേക്ക് തെളിവുകൾ സഹിതം രാഹുൽ ഗാന്ധി എടുത്തുവെച്ചതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പ് ഫലമാണ്. അങ്ങനെ പലതരത്തിലുള്ള സവിശേഷതകളോട് കൂടിയ ഒരു തെരഞ്ഞെടുപ്പ് ഫലം എന്ന പ്രത്യേകത ബീഹാറിനുണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും ബീഹാറിനെ സംബന്ധിച്ച് അധികമായി വന്ന 10% വോട്ടും ഇന്ത്യ സഖ്യത്തെ തുണച്ചില്ല എന്നാണോ നാം മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ സഖ്യത്തിന് 91 സീറ്റ് മാത്രമേ സമാഹരിക്കാൻ ഈ നിമിഷം വരെ ലീഡ് നിലയിൽ കഴിഞ്ഞിട്ടുള്ളൂ. അതേസമയം 123 എന്ന മാന്ത്രിക സംഖ്യ, അധികാരത്തിന്റെ സംഖ്യ മറികടന്നുകൊണ്ട് 133, പിന്നെയും 10 സീറ്റ് അധികം ലീഡിൽ നിലനിർത്താൻ ബീഹാറിൽ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യ സഖ്യത്തിനല്ല, NDAയ്ക്ക്. ബീഹാർ 231 സീറ്റിലെ ഫലസൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 243 സീറ്റുകളാണ് ആകെ ബീഹാറിലുള്ളത്. 12 സീറ്റുകളിലെ ഫലസൂചനകൾ കൂടി പുറത്തു വന്നാൽ ടോട്ടൽ ബീഹാറിലെ എല്ലാ സീറ്റുകളിലെയും ഫലസൂചന സ്ക്രീനിൽ വന്നു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാം. അതിൽ ലീഡ് നിലനിർത്തുന്ന NDAയ്ക്ക് ശുഭവിശ്വാസത്തോടെ, ആത്മവിശ്വാസത്തോടെ, ആഹ്ലാദത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്യും. നിതീഷ് കുമാറിന്റെ ഭരണം ഇനിയിപ്പോൾ അടുത്തറിയാനുള്ളത്, അവിടെ ഭരിക്കാൻ പോകുന്നത് നിതീഷ് കുമാർ തന്നെയാണോ അതോ BJP ഒരു പുതിയ മുഖ്യമന്ത്രിയെ മുന്നോട്ട് വെക്കുമോ എന്നതുപോലെയുള്ള ചോദ്യങ്ങളാണ്. നിതീഷ് കുമാറിനെ അസ്വസ്ഥനാക്കിക്കൊണ്ട്, അദ്ദേഹത്തിന്റെ സന്തോഷം കെടുത്തിക്കൊണ്ട് കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ മഹാരാഷ്ട്ര പോലെ കഴിയുമോ ഇവിടെ എന്ന ചോദ്യമുണ്ട്. കാരണം അസ്വസ്ഥനാകുന്ന നിതീഷ് കുമാറിന് മോദിയെ വലിച്ചിടാൻ കഴിയും, അതോ ഇനിയിപ്പോൾ ആ പാർട്ടിക്കകത്ത് തന്നെ
എടുക്കേണ്ട പണി, JDU എന്ന പാർട്ടിക്കകത്ത് തന്നെ എടുക്കേണ്ട പണി എടുത്തു കഴിഞ്ഞിട്ടാണോ BJP മൂവ് നടത്തുന്നത് എന്നതായിരിക്കും വരാൻ പോകുന്ന അടുത്ത ഡ്രമാറ്റിക് സീൻ എന്ന് തോന്നുന്നു.